So let us see one question, that is a cone of base diameter 60 mm and height 70 mm rests on the ground on its base. It is cut by a section. Inclined to VP at 10 degree. It is cut by a section inclined to VP at 10 degree and passes through a point 10 mm from the top of the vertex. Draw the sectional top view, front view and true shape of the section. Name the true shape of the section. What is the maximum height of the section? What is the maximum height of the section? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സെക്ഷൻ പ്ലെയിൻ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യുന്നുണ്ട് കോണിന്. A cone of base diameter 60 and height 70 mm rest on the ground on its base. അപ്പം ബേസ് എച്ച് പിയിലാണ് ഉള്ളത്, അപ്പോൾ ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണുള്ളത്. അതൊക്കെ മനസ്സിലായി. ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ ഇൻക്ലൈൻ ടു വി പി. അപ്പോൾ വി പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ വി പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ആൻസർ എങ്ങനെ വരും? ഈ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് എച്ച് പിൻ്റെ XY ലൈൻ്റെ താഴെ വരിക, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ചിത്രം ഇതേമാതിരി വരും. അപ്പോൾ ഇവിടെ ഒരു കോൺ ഇങ്ങനെ ഉള്ളത്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണ്. പിന്നെ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ, ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ വിച്ച് ഈസ് ഇൻക്ലൈൻ ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. എന്നല്ല, ഇൻക്ലൈൻ ടു വി പിയും പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണല്ലോ. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യുന്നത്? ഈ കോണിന് ഏകദേശം ഇതാ ഈ സ്റ്റൈലിലാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കോണിങ്ങനെ വെച്ച് ഒരു കോണിങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് വി പി ഇത് എച്ച് പി ആണെങ്കിൽ ആ കോണിന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെയല്ല, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്തായി? ഇൻക്ലൈൻ ടു എച്ച് പി ആയി. ഇൻക്ലൈൻ ടു എച്ച് പി പെർപെൻഡിക്കുലർ ടു വി പി. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. സോ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാണ്. ഇങ്ങനെ കട്ട് ചെയ്യുന്നത്, ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്തായി മാറി? ഇൻക്ലൈൻ ടു എച്ച് പി പെർപെൻഡിക്കുലർ ടു വി പി. ഇതേമാതിരി കട്ട് ചെയ്യുന്ന സമയത്ത് ഇൻക്ലൈൻ ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. അപ്പോൾ നമ്മുടെ ആൻസർ ഏകദേശം അങ്ങനെ വരും. നമുക്കറിയാം സെക്ഷൻ ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ കേസിൽ XY ലൈനിൻ്റെ താഴെയാണ് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ, ഇത് ടോപ്പ് വ്യൂ ആകുന്ന സമയത്ത് സെക്ഷൻ ലൈന് താഴെയാണ് വരിക. അപ്പോൾ ഹാച്ചഡ് പോർഷൻ മുകളിൽ വരും. ട്രൂ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മേലെ തന്നെ വരും. നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് സെറ്റ് ട്രൂ ഷേപ്പ് ആയിരിക്കും. ഇത് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആയിരിക്കും. ഇത് ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ ആയിരിക്കും. ഇവിടെ സെക്ഷൻ ഉണ്ട്. സെക്ഷൻ ഹാച്ചിൻ്റെ പോർഷൻസ് ഇവിടെ കാണാൻ പറ്റില്ല. ഇവിടെ കാണാൻ പറ്റുന്ന എന്താണ്? സെക്ഷൻ ലൈൻസ് മാത്രമേ കാണാൻ പറ്റൂ ഈ പ്രോബ്ലത്തിൽ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ആദ്യം കോണാണ്. അപ്പോൾ ഇവിടെ ഒരു XY ലൈൻ വരച്ചു. ടോപ്പ് വ്യൂ വരച്ചു. ഓക്കെ, അപ്പോൾ അത് വരക്കാനൊക്കെ നമുക്കറിയാം, ഓൾറെഡി അറിയാം. ഇനി നെക്സ്റ്റ് നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ. ജസ്റ്റ് നെയിമിങ് കൊടുക്കുവാണ്. എ 8 ഡിവൈഡ് ചെയ്തു. അപ്പോൾ A, B, C, D, E, F, G and H. So this is ഡിയും എഫും ഒരേ പോയിന്റിൽ കൂടി പാസ് ചെയ്യണം. അതേമാതിരി ബിയും എച്ചും സെയിം പോയിന്റിൽ കൂടി പാസ് ചെയ്യണം. സിയും ജിയും ഒരേ ലൈനിൽ കൂടി പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് A ഡാഷ്, E ഡാഷ് ആൻഡ് C ഡാഷ്, G ഡാഷ്. Similarly D dash, F dash and here B dash, H dash. Okay, B dash, H dash. So what about its height? 60 or 70 ആണ്. കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ H dash എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻവിസിബിൾ. G dash also will be invisible and F dash also will be invisible. Now this is our axis. Okay, so somebody will come here. So അങ്ങനെ നമ്മുടെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് വളരെ തിന്നായിട്ട് വേണം വരയ്ക്കാൻ. കാരണം സെക്ഷൻ്റെ പ്രോബ്ലം ആകുന്ന സമയത്ത്
some of the portions we have to eliminate it after sectioning. So be careful. ആദ്യം വരയ്ക്കുമ്പോൾ വളരെ തിന്നായിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇത് വരച്ചതിന് ശേഷം ഇത് പറയുന്നത് it is cut by a section inclined, it is cut by a section plane which is inclined VP at a 10 degree and passes through a point 10 mm from the top of the vertex. From the top of the vertex. Okay. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പസ് ഇവിടെ വെക്കുക, പ്രൊട്രാക്ടർ 10 ഡിഗ്രി എടുക്കുക, ലൈൻ വരക്കുക, തിൻ ലൈൻ. ആ ലൈൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഇതിൽ കൂടി ഇങ്ങനെ വരച്ചു. See, this is assume it is 10 degree. ഞാൻ ഇതിൽ കൂടി ഇങ്ങനെ വരച്ചു, 10 ഡിഗ്രിയാണ്. കാരണം ഇത് വരച്ചതിന് ശേഷം റോളർ സ്കെയിൽ വെച്ചിട്ട് ഇതിനെ മൂവ് ചെയ്യിച്ചു. അങ്ങനെ ഈ കോണിൻ്റെ അപ്പെക്സ് ഉണ്ടല്ലോ അതിൽ കൂടി സെൻട്രൽ കൂടി ഒരു ലൈൻ വരച്ചു. ഇറ്റ് ഈസ് ബോത്ത് പാരലൽ ടു ഈച്ച് അതർ. ഇറ്റ്സ് കട്ട് ബൈ എ സെക്ഷൻ ഇൻക്ലൈൻഡ് ടു ദി VP at a 10 degree and passes through a point 10 mm from the top of the vertex. അപ്പോൾ ഇതിന് പാരലായിട്ട് വേർഡ് ലൈൻ കൂടി വരക്കണം. അതായത് ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക, ഒരു പെർപെൻഡിക്കുലർ വരച്ചു, 10 സെൻറ്റിമീറ്റർ എടുത്തു, 10 മില്ലിമീറ്റർ. സിമിലർലി ഇവിടെ ഒരു പോയിന്റ് എടുത്തു, പ്രൊട്രാക്ടറിൽ പെർപെൻഡിക്കുലർ വരച്ചു, 10 mm എടുത്തു. അതിൽ കൂടി ഞാൻ ചെയ്തു, ഇതിന് ഈ ലൈനിന് പാരലായിട്ട് വേർഡ് ലൈൻ വരച്ചു. ഓക്കെ, ഇതാണ് നമുക്ക് ആവശ്യം. മുകളിലെത്തുന്നത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് വരച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് വരച്ചാൽ ഇതെങ്ങനെ വരുന്നു വിചാരിച്ചാൽ കാണിക്കാം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ മെത്തേഡിൽ വരക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ദ അതർ മെത്തേഡ് ഈസ് കോമ്പസിൽ 10 mm റേഡിയസ് എടുക്കുക, ദെൻ ഡ്രോ വൺ സർക്കിൾ. എന്നിട്ട് ഈ സർക്കിളിന് ടാൻജൻ്റ് ആയിട്ട് നമ്മൾ ഇതിൽ കൊണ്ടുപോകാം. ഒരു സർക്കിൾ വരക്കുമല്ലോ ഇതേമാതിരി 10 സെൻറ്റിമീറ്റർ 10 mm റേഡിയസിൽ അതിലേക്ക് ടാൻജൻ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെയും വരക്കാം. എനി മെത്തേഡ് യു ക്യാൻ ഫോളോ. ടാൻജൻ്റ് വരക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതായിരിക്കും ബെറ്റർ. ടാൻജൻ്റ് വരക്കാൻ അറിയുന്നവർക്ക് വളരെ സിമ്പിളാണ്. നമുക്ക് ടാൻജൻ്റ് വരയ്ക്കുന്ന കാര്യം ഞാൻ ക്ലാസ് കാണിച്ചു തരാം. കാരണം കോമ്പസും കൃത്യമായിട്ട് വേണം, എന്നിട്ട് മാത്രമേ നമുക്കത് വരക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് 10 mm നമ്മളിപ്പോൾ ആദ്യം മുന്നേ എടുത്ത മാതിരി അങ്ങനെ വരയ്ക്കുന്നത്. ദാറ്റ് ഈസ് ഇതേമാതിരി. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്ത പോയിന്റ് ഏതൊക്കെയാണ്? സോ ദിസ് ഈസ് പോയിന്റ് 1, ബേസ് കട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് BO എന്ന് പറയുന്ന ജനറേറ്ററിനെ കട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് B. ദെൻ DO എന്ന് പറയുന്ന ജനറേറ്റർ, ദാറ്റ് ഈസ് C. സോറി, ABCD കൊടുക്കാൻ പറ്റില്ല, ശരിയാവില്ല, കാരണം ഇവിടെ ABCD ഓൾറെഡി കൊടുക്കും. അപ്പോൾ 1, ഇത് 2, സോ ദിസ് ഈസ് ദി പോയിന്റ് 3 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 4. അങ്ങനെ 4 സെക്ഷൻ പോയിന്റ് കിട്ടി. ഇനി എന്ത് വേണം, ഇതിനെ പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ AB എന്ന് പറയുന്ന ലൈന് അല്ലെങ്കിൽ ആർക്ക് ഫ്രണ്ട് വ്യൂ നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ടല്ല കാണാൻ പറ്റും. അതിൻ്റെ ABക്ക് നടുവിൽ വരുന്ന പോയിൻ്റാണ് 1. സോ ഈ 1 എവിടെ വരണം, ഇവിടെ ഏകദേശം when you draw a projection line, the point 1' will come here. So this is the point 1'. Okay, 1'. Next, consider the point OB, അപ്പോൾ 2 B', O' കണ്ടോ ഈ ലൈന്. അപ്പോൾ അതിൽ മുകളിൽ വേണം 2' എന്ന് പറയുന്ന പോയിന്റ് വരാം. സോ draw a projection line. So approximately it will come around here. It is 2'. Okay. Next, 3 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം.
അതെവിടെ വരും? ഇതാ 3. D dash O dash. Approximately when you project it, you will get ഇവിടത്തോട്ട് വരും. So ഇവിടത്തോട്ട് ഇറ്റ്സ് 3 dash. 3 dash. അങ്ങനെ 3 dash കിട്ടി. നെക്സ്റ്റ് after that, last one, the point E എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഇവിടെ വരും. When you project it, draw one projection line, so you will get the point that is 4 dash. Thus you got 1 dash, 2 dash, 3 dash and 4 dash. അപ്പോൾ ഇതൊരു കോണാണ്. അപ്പോൾ കോണാകുമ്പോൾ നമ്മൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യാൻ പാടില്ല. ഒരു ആർക്ക് വെച്ചിട്ട് സ്മൂത്ത് കർവ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സിലിണ്ടറിൻ്റെ കേസിലും കോണിൻ്റെ കേസിലും നമ്മൾ സ്മൂത്ത് കർവ് വേണം ജനറേറ്റ് ചെയ്യാൻ. പ്രിസവും പിരമിഡും ആണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യാം. പക്ഷെ ഇവിടെ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെ കെയർഫുള്ളായിട്ട് ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരക്കുക. എന്നിട്ട് ഇവിടെ ചെറിയൊരു ആർക്ക് മാതിരി റൊട്ടേറ്റ് ചെയ്ത് കണ്ടോ ഇങ്ങനെ വേണം വരെ മാനുവലി. ഇനി ഇതിൻ്റെ അകത്തുള്ള ഭാഗം നമ്മൾ റിമൂവ് ചെയ്യാം. പക്ഷെ റിമൂവ് ചെയ്യാനായിട്ടില്ല, വെയിറ്റ് ചെയ്യണം. So thus you got എന്ത് കിട്ടി നമുക്ക്? now you got the now we got the sectional front view. Okay, അപ്പോൾ നമുക്ക് ഇത് sectional front view കിട്ടും. Now we have to draw the true shape of the section. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? Now you can remove this one. നമുക്കിനി ആവശ്യമില്ല. ഓക്കെ, സോ ഫോർ ദാറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് keep the protractor here and draw perpendicular. പെർപെൻഡിക്കുലർ എടുക്കുക. ഇവിടുന്ന് പെർപെൻഡിക്കുലർ. ഓക്കെ, ദെൻ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ എടുക്കുക. പെർപെൻഡിക്കുലർ പെർപെൻഡിക്കുലർ. ഈ കാണുന്ന ലൈന് പെർപെൻഡിക്കുലർ വരച്ചു. എന്നിട്ട് വേണം അതേമാതിരി ഈ വരച്ചിട്ടുള്ള കട്ടിംഗ് ലൈന് പാരലായിട്ട് ഡ്രോ വൺ മോർ ലൈൻ. വി വിൽ കോൾ ഇറ്റ് ആസ് ന്യൂ റെഫറൻസ് ലൈൻ. ഇറ്റ്സ് നെയിം ഈസ് x1 y1. ഓക്കെ, x1 y1. ഇനി നമ്മൾ വരയ്ക്കോ വാട്ട് യു ഹാവ് ടു ഡ്രോ? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ. അപ്പോൾ ഇതാണ് എ. സോ ദിസ് ഈസ് 1 2 3 and 4. അപ്പോൾ ഇവിടെ എക്സ് വൈയിൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? ഈക്വൽ ടു എക്സ് വൈയിൽ നിന്ന് 1' ഡിസ്റ്റൻസ് ഈക്വൽ ടു 0. സോ അത് ഇവിടെ മാർക്ക് ചെയ്യാം. സോ ദിസ് ഈസ് 1'. എക്സ് വൈയിൽ നിന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ് ഇത്രയും എടുക്കണം കോമ്പസിൽ. സോ ദിസ് ഈസ് 2'. എക്സ് വൈയിൽ നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസ് എക്സാക്ട് ഈ ഈ പ്രൊജക്ടറിലോ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രൊജക്ഷൻ ലൈൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ. സോ ഈ ഡിസ്റ്റൻസ് എടുക്കുക, അതിവിടെ മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് എക്സ് വൈയിൽ നിന്ന് 4ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 0 അല്ലേ? ടു കം ഹിയർ. ഇനി ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്മൂത്ത് കർവ് വെച്ച് ജോയിൻ ചെയ്യാം. വളരെ കെയർഫുള്ളായിട്ട് ജോയിൻ ചെയ്യണം. ഏകദേശം ഇതേമാതിരി നമുക്ക് കിട്ടും. സോ ഇവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ഈ സി എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു ജനറേറ്റർ ഉണ്ട്, അത് വിട്ടുപോയി. അപ്പോൾ അതൊരു ജനറേറ്റർ 1 2 3 4 ആക്ച്വലി ഇത് 3 എടുക്കാനായിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ 5 എടുത്തു. 5. അപ്പം ഈ 5 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. അതെങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം? ഞാൻ വിട്ടുപോയി. സോ ഹൗ ടു ലൊക്കേറ്റ് ദിസ് പോയിന്റ് 5? സോ ഫോർ ദാറ്റ് നമുക്ക് ഓൾറെഡി അറിയാം ഇത് ഹൈറ്റ് എത്രയാണ്? ഈ ഒ സി എന്ന് പറയുന്ന ജനറേറ്ററിൻ്റെ മുകളിൽ വരുന്ന പോയിൻ്റാണ് 5. സോ ഇവിടെ ഞാൻ ഒ സി വരച്ചു. ഒ സി ഇവിടെ ഒ സിൻ്റെ ഫ്രണ്ടിൽ എന്താണ്? സി ഡാഷ് ഒ ഡാഷ്. ദിസ് ഈസ് സി ഡാഷ് ഒ ഡാഷ്. സി ഡാഷ് ഒ ഡാഷിൻ്റെ ഹൈറ്റ് നമുക്കറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 70 ആണ്, 7 സെൻറ്റിമീറ്റർ. ഒ സി എത്ര വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു 60 മില്ലിമീറ്റർ ആയതുകൊണ്ട് ഇവിടെ 30 വരും. കറക്റ്റല്ലേ?
ഈ ഒ സിയുടെ മുകളിൽ വരുന്ന പോയിൻ്റാണ് 5 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ആ ഡിസ്റ്റൻസ് ഞാൻ കോമ്പസിൽ എടുത്തു, ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ എനിക്ക് എന്ത് ഇവിടുന്ന് കിട്ടി? ഇവിടെ 5 കിട്ടി. സോ ദിസ് ഈസ് 30. ഓക്കെ, ഇത് ഡയമെൻഷൻ ഇറ്റ് ഈസ് 70. നൗ യു ഡ്രോ ആൻഡ് റിസൾട്ടൻറ്റ്. ഓക്കെ, ഇനി വേണം ഈ ലൈനിന് പാരലായിട്ട് ഇവിടുന്ന് പെർപെൻഡിക്കുലർ എടുക്കുക 5 എന്ന് പറയുന്ന പോയിന്റിന്. അതിവിടെ കട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് വേണം ഈ ഡിസ്റ്റൻസിൻ്റെയാണ് ഇതിനെ ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുക. അത് ഇവിടുന്ന് ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ സെൻറ്റർ ആക്കിയിട്ട് ഒരു ആർക്ക് വരക്കുക. ആ ആർക്ക് വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഫിഗർ ഈ സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ അവിടെയാണ് ഈ 5' എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ തൊട്ടാണ് വരിക. ഓക്കെ, അതിൽ കൂടി വേണം നമ്മൾ വരയ്ക്കാൻ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും ആൻസർ. പിന്നെ വിട്ടുപോയതാണ്. അപ്പോൾ അതേമാതിരി ഈ കേസിൽ നമ്മൾ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരക്കണം. എവിടുന്ന്? ഇവിടുന്ന്. ഓക്കെ, സോ ദിസ് ഈസ് ദ പോയിന്റ് 5. ഇനി എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുക, അതിവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ 2 കിട്ടി, 3 കിട്ടി, ബക്കറ്റിൽ കിട്ടി നമുക്ക്. അപ്പോൾ ജോയിൻ ചെയ്യാം. 2ലേക്ക് വന്നു, 3യിൽ പോയി, ദെൻ 4 വഴി ഇങ്ങനെ ഇത് കിട്ടും. ഓക്കെ, കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ എന്നാലും ഒരു എക്സാമ്പിൾ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. വളരെ കെയർഫുള്ളായിട്ട് പഠിക്കണം. ആദ്യം ഒരു വിഷമം പോലെ തോന്നും, പിന്നെ അത് സിമ്പിളാണ്. എല്ലാ പ്രോബ്ലം ഒരേ മെത്തേഡ് തന്നെയാണ്, ചില വലിയ വിഷമമൊന്നുമില്ല. സോ ഇറ്റ് ഈസ് 70. ഓക്കെ, നൗ ദിസ് ഡയമീറ്റർ 50. ഇങ്ങനെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഡയമീറ്റർ 50. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡയമീറ്റർ 60 at the question 60. Okay, so our problem is solved. Now what we have to do is we have to decorate our figure. So for that just remove these unwanted portions. Okay, നമുക്ക് ഇനി റിമൂവ് ചെയ്യാം. റിമൂവിന് ആവശ്യമില്ല, just remove it. ഇതിൻ്റെ ഇൻസൈഡിലുള്ള ഭാഗത്തെല്ലാം മാക്സിമം റിമൂവ് ചെയ്താലേ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു ഡാർക്കൺ ചെയ്യാം. ഇനി തന്നെ പ്രൊട്ടക്ടർ വെക്കുക, 45 ഡിഗ്രി ആംഗിൾ എടുക്കുക. 45. എന്നിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യാം. ഒരു 3 mm ഗ്യാപ്പ് വെക്കാം. ഓക്കെ, സിമിലർലി യു ക്യാൻ റിമൂവ് ഈ വരച്ചിട്ടുള്ള കർവ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തുള്ള ലൈൻസൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഒന്നും ആവശ്യമില്ല, നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ പ്രൊട്ടക്ടർ വെക്കുക, 45 ഡിഗ്രി 1 ലൈൻ, അതിന് പാരലായിട്ട് വരച്ചു കൊടുക്കുക ബാക്കിയെല്ലാം. സോ ദിസ് ഈസ് യുവർ ആൻസർ. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് understood this problem. It is somewhat difficulty you will feel, but once you work out it will be easy for you. Thank you. Diameter 60 നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് നമ്മൾ സാധാരണ മെഷീൻ ഡ്രോയിങ്ങിലൊക്കെ എഴുതുക, കാരണം ഇപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് ഒരു ഇഷ്യൂ വേണ്ട. നിങ്ങൾക്ക് ബെസ്റ്റ് ഇങ്ങനെ എഴുതിക്കോ. ഇവിടുന്ന് ഇത് വരച്ചിട്ട് ഇറ്റ് ഈസ് 60 ഇങ്ങനെ എഴുതിയാൽ മതി. ഇറ്റ്സ് ബെറ്റർ. അതായത് ഇവിടെ പ്രൊട്ടക്ടർ വെക്കുക, 90 ഡിഗ്രി ലൈൻ വരക്കുക. പക്ഷെ ആ ലൈന് ഈ സർക്കിൾ ടച്ച് ചെയ്യാൻ പാടില്ല, ഇതേമാതിരി. സോ സി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ പ്രൊട്ടക്ടർ വെക്കുക, ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് വരക്കുക. എന്നിട്ട് ഈ ടച്ച് ചെയ്യുന്ന ഭാഗം റിമൂവ് ചെയ്യുക. അത്രയും ഉണ്ട്. കണ്ടോ, ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ വെക്കണം. ഡയമെൻഷൻ ലൈൻ ഒരിക്കലും നമ്മൾ വരച്ചിട്ടുള്ള ജോമെട്രീനെ ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ദി 60 ബാക്കിയാണ് കറക്റ്റാണ്. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ 3D ഓബ്ജക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, താങ്ക് യു.